ഉംറയ്ക്ക് വേണ്ടി നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുമ്പോൾ തഹിയ്യത്ത് നിസ്കാരം സുന്നത്തില്ല എന്ന് പറഞ്ഞു. നേരെ തവാഫിലേക്ക് പ്രവേശിക്കുകയാണ്. തവാഫ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം എന്ന് പറഞ്ഞു. ആ സുന്നത്തിൽ എന്താണ്? തഹിയ്യത്താണോ അതോ ഉംറന്റെ തവാഫിന്റെ സുന്നത്താണോ? നെയ്യത്ത് എന്താണ്? അതെ, ഉംറ ഇപ്പോൾ ഉംറ, ഹജ്ജ് എന്നിവ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ മീഖാത്ത് വിട്ട് കിടക്കുക, എഹ്റാമിൽ വിട്ട് കിടക്കുക. അപ്പോൾ സ്വാഭാവികമായും ആദ്യം ഉംറക്കായിരിക്കും നിയ്യത്ത് വെക്കുക. ഇങ്ങനെ എഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി ആദ്യമായി അയാൾ ചെയ്യേണ്ടത് നേരെ തവാഫ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അവിടെ ചില തടസ്സങ്ങളുണ്ടാകും. ഒരു പക്ഷേ നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്താണ് അവിടെ നമസ്കാരമാണ് എങ്കിൽ ഞാൻ നമസ്കരിക്കുന്നില്ല, തവാഫിന് പോവുകയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം തവാഫ് വിശാലമായ സമയമുണ്ട്, എന്നാൽ ജമാഅത്തായ നമസ്കാരത്തിന് അപ്പോൾ കുടുസായ സമയമാണുള്ളത്. അപ്പോൾ അത് അവിടെ തന്നെ നിർവഹിക്കണം. മാത്രമല്ല 1,00,000 ഇരട്ടി പ്രതിഫലമുള്ള നമസ്കാരം, 1,00,000-ലധികം ഇരട്ടി പ്രതിഫലം ഉള്ളതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ? നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ചിലപ്പോൾ അയാൾക്ക് ക്ഷീണമോ മറ്റ് കാരണങ്ങളാലോ അപ്പോൾ തവാഫ് ചെയ്യാൻ കഴിയില്ല, പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്തു എങ്കിൽ അയാൾ തഹിയ്യത്തുൽ മസ്ജിദ് എന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ എന്നെക്കൊണ്ട് തവാഫ് ഏതായാലും ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്ന, മസ്ജിദ് നബവിയിൽ പ്രവേശിക്കുന്ന, മസ്ജിദുൽ ഹറാമിൽ ലോകത്തിലെ ഏത് പള്ളിയിലാണട്ടെ തഹിയ്യത്ത് നമസ്കാരം ആണ് സുന്നത്ത്. എന്നാൽ ഇവിടെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ ഇഹ്റാമോടുകൂടി പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തവാഫിന് പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിയില്ല എങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാവുന്നതാണ്. ഇനി തവാഫ് കഴിഞ്ഞ ശേഷം പിന്നീട് മഖാമ് ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. തിരക്കുള്ള സമയത്താണ് എങ്കിൽ, ഇപ്പോൾ 365 ദിവസവും ഏകദേശം തിരക്ക് തന്നെയാണ്. അപ്പോൾ ആളുകളെ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി തിക്കിത്തിരക്കി അവിടെ തന്നെ 2 റക്അത്ത് നമസ്കരിക്കണമെന്നില്ല. പള്ളിയുടെ ഏത് ഭാഗത്തും 2 റക്അത്ത് നമസ്കരിക്കാം. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് കാഫിറൂനും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ സൂറത്ത് ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഇതും ഓതാവുന്നതാണ്. ഇത് തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്താണ്. ഒരു തവാഫ് എന്ന് പറയുമ്പോൾ 7 പ്രാവശ്യം ഉദുവോടുകൂടി കഅബ ചുറ്റുമ്പോഴാണ് ഒരു തവാഫാകുക. ആ ഒരു തവാഫിന് ശേഷം ഈ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരവുമുണ്ട്. അത് തഹിയ്യത്തുൽ മസ്ജിദ് അല്ല, മറിച്ച് തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത്, ഒരാൾ ഇഹ്റാമോടുകൂടി പള്ളിയിൽ പ്രവേശിച്ചു, അയാൾക്ക് ഒന്നുകിൽ നമസ്കാരം കാരണം തവാഫിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് തവാഫ് ചെയ്യാൻ അപ്പോൾ സാധിക്കുന്നില്ല, തിരക്കും മറ്റും ഉണ്ടാവാമല്ലോ. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് തഹിയ്യത്തുൽ മസ്ജിദ് നമസ്കരിക്കാവുന്നതാണ്.